ഹേ ഗായ്സ്, അപ്പം എല്ലാവർക്കും ഹൗസിലൊരു ഒരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗോഡ് ലൈഫ് ആടുജീവിതം നമ്മുടെ ബെസ്ലി മാജിക്കൽ കൈകൊണ്ട് രൂപപ്പെട്ട സിനിമ. അയ്യോ, പറയാൻ വാക്കുകൾ പോലും ഇല്ല. ഞാൻ ഇന്നലെ ആണ് സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇന്നലെ രാത്രി 12 മണിക്കത്തെ ഷോ, അതായത് 11:50 ഷോയ്ക്കാണ് നമ്മൾ പോയത്. സിനിമ തീർന്നപ്പോഴത്തേനും ഒരു 3 മണി, വെളുപ്പിന് 3 മണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മളാണെങ്കിൽ ഒരു ഷോർട്സ് മേക്ക് ചെയ്ത്, നമ്മളാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത്, നമ്മളാണെങ്കിൽ എഡിറ്റ് ചെയ്ത് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെയാണ് ഇട്ടത്, കണ്ടവർക്ക് അറിയാം. ബട്ട് എനിക്കാണെങ്കിൽ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടും എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടിയുണ്ട്. നിങ്ങളാണെങ്കിൽ ഈ സിനിമ ആണെങ്കിൽ ഒരാളുടെ ജീവിതകഥയാണെന്ന് കരുതി എന്നാ അത്രയ്ക്കും നല്ലതാകുമോ ഇല്ലയോ എന്നാണെങ്കിൽ ഒരു ഡൗട്ട് അടിച്ചാൽ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്നും ഡൗട്ട് അടിക്കാതെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഒരു മനുഷ്യനാണെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഈ സിനിമ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നജീബിക്ക ആണെങ്കിൽ, പൃഥ്വിരാജ് ആണെങ്കിൽ പുള്ളി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ടുള്ള ഇതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ നമ്മളാണെങ്കിൽ അത് സിനിമയിൽ കാണുമ്പോഴത്തേനുമാണ് അതിൻ്റെ ഒരു ലെവൽ എവിടം വരെ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പുള്ളിയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറുന്ന ഒരു സീനുണ്ട്. അയ്യോ, പുള്ളിയുടെ ബോഡി കാണുമ്പോഴത്തേനും കരഞ്ഞു പോകും. അതുപോലത്തെ ഒരു സീനൊക്കെയാണത്. ഇമോഷണലി വീക്കായിട്ടുള്ള ആളാണെങ്കിൽ ഈ പടം കാണുമ്പോഴത്തേനും എന്തായാലും കരയും എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അമ്മാതിരി മേക്കിംഗ് ആണ് സിനിമയിൽ ഇന്ന ഭാഗത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തതിനെങ്കിൽ കുറച്ചും കൂടെ കൊള്ളാം എന്ന് നമുക്കൊന്നും തോന്നത്തില്ല. കാരണം എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തു വച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ VFX ആണെങ്കിലും ഇതിലാണെങ്കിൽ എടുത്തേക്കുന്നതാണെങ്കിലും ഒരു ലാഗും ഇല്ലാതെ ആൾക്കാർക്ക് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സീരിയസ്ലി ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. മുൾമുനയുടെ പൊക്കത്ത് നിന്ന് നമ്മളാണെങ്കിൽ വാച്ച് ചെയ്യുന്നത് പോലെയാണ് ഈ സിനിമ. ഇത് കഴിഞ്ഞിട്ട് എന്താവും എന്നൊക്കെ വിചാരിച്ച്. അപ്പം ഈ സിനിമ കാണുമ്പോഴത്തേനും നമ്മൾ ആ ക്യാരക്ടർ, അതായത് നമ്മുടെ നജീബിക്ക ഈ ഒരു കാര്യത്തിൽ കൂടെയാണല്ലോ കടന്നു പോയത് എന്ന് ആലോചിക്കുമ്പോഴത്തേനാണ് ഏറ്റവും മൈൻഡ് ഫുള്ള് ഇതാകുന്നത്. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, നജീബിക്കയുടെ ചെറിയൊരു പോർഷൻ കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് എടുത്തുള്ളൂ. ഇനി കുറേ വേറെ കാര്യങ്ങളുണ്ട്. ചെറിയൊരു പോർഷൻ ഇങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ഹോൾ ലൈഫ് എങ്ങനെയായിരുന്നു കാണും അവിടെ. ഒന്നും പറയാനില്ല. ഇത് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുക. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ്റെ കൂടെയാണ് ഞാൻ പോയത്. അവനും ഒന്നും പറയുന്നില്ല, ഒരു കാര്യവും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം അമ്മാതിരി പടമാണ്. എന്ത് പറയും നമ്മൾ, എവിടുന്ന് തുടങ്ങും എവിടുന്ന് അവസാനിക്കും. ഇന്ന് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ഞാൻ എൻ്റെ മൈൻഡിൽ ഫുള്ള് നമ്മളാണെങ്കിൽ ആ സിനിമയിൽ കണ്ട സീനുകളാണ്. ഓരോരോ സിനിമയായി കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേനും മൈൻഡിൽ വന്നതല്ലോ ഒരു ഇതുണ്ടല്ലോ, നമ്മളതിൻ്റെ അകത്ത് പെട്ടുപോയതുപോലത്തെ ഒരു ഇതാണ് എനിക്ക് വന്നത്. ഉറങ്ങാനേ പറ്റുന്നില്ല. മൈൻഡ് ഫുള്ള് ആടുജീവിതം. പുള്ളി അങ്ങനെ ചെയ്തത്, പുള്ളി അവിടെ പെട്ടത്, അങ്ങനെ ജീവിച്ചത്, എസ്കേപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ ഇടയിലാണെങ്കിൽ മൈൻഡൊക്കെ ചേഞ്ച് ചെയ്ത് ടോം ആൻഡ് ജെറിയുടെ ഓരോ കാർട്ടൂണൊക്കെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിച്ചിടും. ബട്ട് ഇതൊന്നും നടക്കുന്നില്ല. അമ്മാതിരി പടം എന്നെ ഇമോഷണലായിട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമുക്കാണെങ്കിൽ അത്രത്തോളം മനസ്സിലാവും ആ പടവും ആ ഒരു വ്യക്തി എന്താണ് അവിടെ അനുഭവിച്ചത് എന്ന്. ഞാൻ ഈ ആടുജീവിതത്തിൻ്റെ നോവലും കാര്യങ്ങളും ഒന്നും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഇത്രയും ഇത് തോന്നുന്നത്. നോവലിൻ്റെ അകത്ത് ഇതിലും കുറേ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോവൽ ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ നോവൽ വായിക്കണം എന്ന് നേരത്തെ വിചാരിച്ചത്. ബട്ട് ഞാൻ ഓരോ ബുക്ക് സ്റ്റാളിൽ പോകുമ്പോഴത്തേനും ഈ സാധനം ആടുജീവിതം എന്ന് പറയുന്ന നോവലാണെങ്കിൽ അവിടെ ഒന്നും കിട്ടിയില്ലായിരുന്നു. അതാണ് പിന്നെ വായിക്കാതെ ഇരുന്നത്. എന്നായാലും അടിപൊളി പടമാണ് ഈ പടം. നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പടം നമ്മളാണെങ്കിൽ ഒന്നും കൂടെ പോയി കാണും. ബട്ട് എനിക്ക് ഈ പടം ഒന്നും കൂടെ കാണാനുള്ള ത്രാണിയില്ല. കാരണം ആ ഒരു 3 മണിക്കൂർ
അടുപ്പിച്ച് ഉണ്ട്. 250 മണിക്കൂറാണെന്ന് തോന്നുന്നു. അയ്യോ, ആ ഒരു മൊമെൻറ്റ് ഞാൻ തള്ളി നീക്കിയത് എനിക്കേ അറിയത്തുള്ളൂ. അമ്മാതിരി ഒരു മൈൻഡ് ഫുള്ള് ബ്ലാങ്കായി എന്താവും അവസ്ഥ ഉണ്ടാവും എന്ന് ചിന്തിച്ചാണ് ഞാനാണെങ്കിൽ ഈ സിനിമ കണ്ടു തീർത്തത്. അതുകൊണ്ട് തന്നെ എനിക്കിത് രണ്ടാമത് കാണണം എന്ന് ഒരാഗ്രഹമില്ല. കാരണം സിനിമ ഇഷ്ടം അല്ലാത്തത് കൊണ്ടല്ല, ആ മൂവി ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, ബട്ട് ആ മൂവി ഒന്നോടെയും കാണാനുള്ള ത്രാണി എനിക്കില്ല. അതാണ്. വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് പോകണമെന്ന്, ബട്ട് എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. കാരണം ഇമോഷണലി ഞാൻ ഇപ്പോഴും ഇത്രയും വീക്കായിട്ടാണ് ആ സിനിമ കണ്ടിട്ടിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇമോഷണലി ഇപ്പോഴും ഭയങ്കര വീക്കായിട്ടാണ് ആ പടം കണ്ടിട്ടിരിക്കുന്നത്. ഇനിയും ആ പടം പോയി ഒന്നുകൂടെ കാണാമെന്ന് വെച്ചാൽ വിചാരിക്കാൻ കൂടെ പറ്റുന്നില്ല. അപ്പം അടിപൊളി പടമാണ്. അയ്യോ, ഒരു ഇമോഷണലി സർവൈവൽ ആണ്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഒരു 150 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വെർത്താണെന്ന് നിങ്ങൾ തന്നെ പറയുക. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.